ശബരിമലയിലെ സ്വർണവും പൂശുന്നതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം വിജിലൻസ് നാളെ ചോദ്യം ചെയ്യും. ദ്വാരപാലക ശില്പത്തിലെ സ്വർണം പൂശിയ വിവാദത്തിലും പീഠം കാണാതായ സംഭവത്തിലുമായിരിക്കും ചോദ്യം ചെയ്യൽ. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, വിജിലൻസ് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നിരവധി കണ്ടെത്തലുകളാണ് പുറത്തുവിട്ടത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൃത്യമായും പ്രതിസ്ഥാനത്ത് നിർത്തുന്ന കണ്ടെത്തലുകളായിരുന്നു അവയിൽ ഭൂരിഭാഗവും എന്നുള്ളതാണ്. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂരുവിൽ നിന്ന് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ വീട്ടിലെത്തിയിട്ടുണ്ട്. കോടതിയിലെല്ലാം പറയാം എന്നായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണമെല്ലാം വന്നത്. ഇപ്പോൾ നാളെ വിജിലൻസ് ചോദ്യം ചെയ്യാനിരിക്കെ എന്തെല്ലാമാണ് വിജിലൻസിന്റെ നിഗമനങ്ങൾ? എന്തെല്ലാം ഉയർത്തിക്കൊണ്ടായിരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുക? അതുല്യ, ഓരോ ദിവസം കഴിയുമ്പോഴും വ്യത്യസ്തമായ ആരോപണങ്ങളാണ് മല കയറുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ തരത്തിലുള്ള ആരോപണങ്ങൾ ഓരോ ദിവസവും ഉയരുന്നതാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്ന ശബരിമലയുമായി ബന്ധപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് തലവേദനയായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഒരു പുതിയ വിവാദം കൂടി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇത് സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ഈ ദ്വാരപാലക ശില്പത്തിന്റെ മുകളിൽ ചാർത്തിയിരിക്കുന്ന കവചങ്ങളിൽ സ്വർണം പൂശിയത്. അതിൽ ഇപ്പോൾ അവർ അവസാനമായി പറയുന്നത് ചെമ്പ് പാളികളാണ് സ്വർണം പൂശുന്നതിന് വേണ്ടി എത്തിച്ചത് എന്നുള്ളൊരു പുതിയ വിവരം കൂടി അവർ പുറത്തേക്ക് വിടുന്നു. അവരുടെ അഭിഭാഷകനായ ഒരു പ്രദീപാണ് ഈ സംബന്ധിച്ച വിവരം പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. എന്തായാലും ഓരോ ദിവസം കഴിയുമ്പോഴും നാൾക്കുനാൾ വ്യത്യസ്തമായ തരത്തിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉയരുന്ന സാഹചര്യത്തിലാണ് നാളെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രത്യേക വിജിലൻസ് വിഭാഗം ചോദ്യം ചെയ്യുന്നത്. ഇതിനുവേണ്ടിയുള്ള ചോദ്യാവലി തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. 2019 ശബരിമല ദ്വാരപാലക ശില്പങ്ങൾക്ക് വേണ്ടി സ്വർണ്ണ കവചം തീർത്ത് തയ്യാറാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റി നടക്കി വെക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അന്ന് മുതൽ തന്നെ വ്യത്യസ്തമായ വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു. ക്ഷമിക്കണം, ആ വിവാദങ്ങൾ ഓരോന്നോരോന്നായി ഇപ്പോഴും പുറത്തു വരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ സാധാരണ വ്യത്യസ്തമായി ശബരിമലയിൽ ഇത്തരത്തിലുള്ള വഴിപാടുകൾ അല്ലെങ്കിൽ നേർച്ചകൾ നടത്തുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങൾ ഒന്നും തന്നെ കൃത്യമായി പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിജിലൻസിന്റെ കണ്ടെത്തൽ. സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു വസ്തു ശബരിമലയിൽ നടക്കി വെച്ചു കഴിഞ്ഞാൽ അത് നടക്കി വെക്കുമ്പോൾ പാലിക്കേണ്ട മഹസറുകൾ കൃത്യമായി തയ്യാറാക്കിയിട്ടില്ല. ആ മഹസറുകൾ പാലിക്കുന്നതിനൊപ്പം തന്നെ രജിസ്റ്ററുകളിൽ ഇത് രേഖപ്പെടുത്തിയിട്ടില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചിരിക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിജിലൻസ് വിഭാഗം കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അല്ലെങ്കിൽ 2018-19 കാലഘട്ടത്തിൽ ശബരിമലയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഇതിൽ പങ്കുണ്ട് എന്ന കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു സാധാരണ ഒരു സഹായിയായി, അതായത് ശബരിമല സന്നിധാനത്തെ കീഴ്ശാന്തി മഠത്തിലെ ഒരു സഹായിയായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല സന്നിധാനത്ത് എത്തുന്നത്. അവിടെ നിന്ന് വലിയ തരത്തിലാണ് അയാളുടെ ഉയർച്ച. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അന്വേഷണം നടത്തുന്നുണ്ട്. കാരണം ഈ കീഴ്ശാന്തിയെ സഹായിക്കാൻ എത്തിയ ആൾ എങ്ങനെ ഒരു സ്പോൺസറുടെ പദവിയിലേക്ക് എത്തപ്പെട്ടു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വലിയ തരത്തിൽ ചർച്ചയാകപ്പെടുന്നത്. അത്തരത്തിൽ വന്ന ഒരാൾ പിന്നീട് അവിടെ ശബരിമല സന്നിധാനത്ത് ദ്വാരപാലക ശില്പങ്ങൾക്ക് സ്വർണ്ണ കവചം ഒരുക്കാൻ അല്ലെങ്കിൽ അത് നടക്കി വെക്കാൻ എങ്ങനെ പ്രാപ്തനായി എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിജിലൻസിന്റെ മുന്നിൽ ഇരിക്കുന്നത്. അങ്ങനെ വ്യത്യസ്തമായ വിഷയങ്ങൾ ഈ വിജിലൻസിന്റെ മുന്നിലേക്ക് എത്തപ്പെടുമ്പോൾ അതെങ്ങനെ ചോദ്യം ചെയ്യണമെന്നുള്ള കാര്യത്തിൽ ഒരു ചോദ്യാവലി തന്നെ ഇപ്പോൾ വിജിലൻസ് തയ്യാറാക്കി എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലായ്പ്പോഴും പറയുന്നത് 42 കിലോ ഭാരമുള്ള സ്വർണ്ണപ്പാളി 38 കിലോയായിരുന്നു. എന്നാൽ ഇപ്പോൾ വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ അത് സ്വർണ്ണപ്പാളിയല്ല, ചെമ്പിൽ സ്വർണം പൂശിയ ഒരു കവചം, അത് അല്ലെങ്കിൽ ഒരു ചട്ട, പുറംചട്ട എന്ന് നമുക്ക് പറയാൻ കഴിയും. അത്തരത്തിലുള്ള ഒരു പുറംചട്ട ആണ് അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി നടക്കി വെച്ചത്. ഇതിന് തന്ത്രിയുടെ ഭാഗത്ത് നിന്നും അനുമതി ഇല്ലായിരുന്നു എന്നുള്ളൊരു വിവരം കൂടിയുണ്ട്.
സാധാരണഗതിയിൽ അകത്തിരിക്കുന്ന വിഗ്രഹത്തിന് ഒപ്പം അല്ലെങ്കിൽ അതിന് ചേർന്നതോ ആയ ഒരു സാധനം പുറത്ത് ദ്വാരപാലകർക്ക് വയ്ക്കാൻ പാടില്ല. അതായത് അകത്തിരിക്കുന്നത് തങ്കവിഗ്രഹമാണെങ്കിൽ അതിനേക്കാൾ ഉയർന്ന ഒരു സാധനം പുറത്ത് ദ്വാരപാലകർ സ്ഥാപിക്കാൻ പാടില്ല എന്നാണ് സാധാരണഗതിയിൽ പറയപ്പെടുന്നത്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ ദ്വാരപാലക ശില്പങ്ങൾ അന്ന് സ്വർണം പൊതിഞ്ഞു വെച്ചതിനോട് തന്നെ വലിയ തരത്തിലുള്ള ഒരു വിവാദം ഉയർന്നു വന്നിരുന്നു. 2018-19 കാലഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളത് ചോദ്യാവലിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നാളെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുക. മാത്രവുമല്ല, ഈ ദ്വാരപാലക ശില്പങ്ങൾക്കുള്ള പുറത്തേക്ക് ഈ കവചം എങ്ങനെ ബാംഗ്ലൂരിൽ എത്തിച്ചു, എന്തിനാണ് ബാംഗ്ലൂരിൽ കൊണ്ടുപോയത്? കാരണം ഈ കവചം ബാംഗ്ലൂരിൽ എത്തിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇത് സ്വർണം പൂശിയത് 2019 ചെന്നൈയിലുള്ള സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന ഒരു കമ്പനിയായിരുന്നു. അതേസമയം ഇത് ബാംഗ്ലൂരിൽ എത്തിച്ചതിന് ശേഷം ശ്രീരാമപുര എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു അയ്യപ്പ ക്ഷേത്രത്തിൽ കൊണ്ടുപോവുകയും അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി 2 ദിവസത്തോളം വെച്ച് പ്രത്യേക പൂജകൾ നടത്തി ആളുകളിൽ നിന്നും നേർച്ചകൾ സ്വീകരിക്കുകയും ദക്ഷിണ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. വലിയ തരത്തിൽ അവിടെ നിന്ന് ദക്ഷിണ കിട്ടി. ഒപ്പം ശ്രീകോവിലിന് മുന്നിൽ ഉള്ള പ്രധാന വാതിൽ സ്വർണം പൂശിയപ്പോഴും ആ വാതിലും ഈ ശ്രീരാമപുരയിലെ അയ്യപ്പ ക്ഷേത്രത്തിൽ എത്തിച്ചിരുന്നു. അതും അവിടെ എത്തിച്ച് പൂജ നടത്തിയിരുന്നു. ഇത്തരം കാര്യങ്ങൾ ആരുടെ അനുമതിയോടുകൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തത്? ഇതും ഈ ചോദ്യാവലിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ഒരു ക്ഷേത്രത്തിൽ ഇത്തരത്തിലുള്ള പൂജകൾ നടത്തുന്നതിന് വേണ്ടി സ്വർണം പൊതിയുകയോ സ്വർണ്ണപ്പാളികൾ നിർമ്മിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ തയ്യാറാക്കേണ്ട ഒരു രേഖകളും തയ്യാറാക്കിയിട്ടില്ല. മാത്രവുമല്ല, ഈ വാതിലും ഒപ്പം സ്വർണ്ണപ്പാളിയും ബംഗളൂരുവിൽ കൊണ്ടുപോയ കാര്യം പോലും മഹസറിൽ എഴുതി ചേർത്തിട്ടില്ല. ഇതൊക്കെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിജിലൻസിന്റെ അന്വേഷണ പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വലിയ തരത്തിലുള്ള ഒരു ചോദ്യാവലിയാണ് ദേവസ്വം ബോർഡ് വിജിലൻസ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിന് കൃത്യമായ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിലനിൽക്കുന്ന മുഴുവൻ വിവാദങ്ങൾക്കും മറുപടി കണ്ടെത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ വിജിലൻസിനുള്ളത്. കാരണം ഓരോ ദിവസവും വ്യത്യസ്തമായ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുന്നത് ഈ അന്വേഷണ സംഘത്തെയും വല്ലാതെ കുഴപ്പത്തിലാക്കുന്നുണ്ട്. എന്തായാലും നാളെ രാവിലെ ആണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പറഞ്ഞിരിക്കുന്നത്. എവിടെ വെച്ച് ചോദ്യം ചെയ്യുന്നുള്ള കാര്യത്തെക്കുറിച്ച് വിജിലൻസ് ഒരു വിവരവും പുറത്തുവിട്ടിട്ടില്ല. വിജിലൻസ് മുന്നിൽ ഹാജരാകുന്നതിന് വേണ്ടി ഇന്നലെയോടുകൂടി തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി കാരേറ്റുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലും എത്തിച്ചേർന്നിരിപ്പുണ്ട്. ഇന്നലെ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നത് തന്നെ വേട്ടയാടാൻ ശ്രമിക്കുന്നുണ്ട്. അനാവശ്യമായി വേട്ടയാടാൻ ശ്രമിച്ചാൽ തനിക്ക് പറയാനുള്ളത് മുഴുവൻ ദേവസ്വം ബോർഡ് വിജിലൻസിന് മുമ്പിൽ പറയപ്പെടും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ശബരിമല ഈ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട് ഉയരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. സാധാരണഗതിയിൽ ഈ സ്വർണ്ണപ്പാളി സമർപ്പിച്ചപ്പോൾ ഉണ്ടായിരുന്ന കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തേണ്ട കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്താതിരുന്നത് ഒരു വീഴ്ചയായിട്ട് തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നതെന്നാണ് ദേവസ്വം ബോർഡ് വിജിലൻസിന്റെയും വിലയിരുത്തൽ. ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക വിഭാഗവും അന്വേഷണം നടത്തുന്നുണ്ട്. കാരണം ഈ കഴിഞ്ഞ ഒരു 3 വർഷത്തിനിടയ്ക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുള്ള ഭൂമി ഇടപാടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലായി 30 കോടിയോളം രൂപയുടെ ഭൂമി ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ നോക്കുമ്പോഴേക്കും സാധാരണ ഒരു കീഴ്ശാന്തിയുടെ മഠത്തിൽ സഹായിയായി എത്തുന്ന ആൾ ഇത്രയധികം ധനികനായത് എങ്ങനെ എന്നുള്ളൊരു ചോദ്യം ഇവിടെ ഉയരുന്നു. ഒപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ബംഗളൂരു കേന്ദ്രീകരിച്ചായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രവർത്തനം. ആ സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുള്ള ശബരിമലയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചും അന്വേഷിക്കും. പ്രത്യേകിച്ചും ഈ സാധാരണഗതിയിൽ ശബരിമല സന്നിധാനവുമായി ബന്ധപ്പെട്ട് അയ്യപ്പ ഭക്തർ നടത്തുന്ന നേർച്ചകൾ അല്ലെങ്കിൽ വഴിപാടുകൾ ഇവ കൃത്യമായി അയ്യപ്പ സന്നിധിയിൽ എത്തിക്കും എന്നൊരു വാക്ക് നൽകിയതിനു ശേഷം ശബരിമല തീർത്ഥാടകരിൽ നിന്നും വലിയ തരത്തിൽ പണപ്പിരിവ് നടത്തിയെന്നൊരു ആരോപണവും ഉയരുന്നുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ ആരോപണങ്ങൾ ഓരോ ദിവസവും ഉയരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയുമായി ഒരു ബന്ധവുമില്ലാത്ത ആളാണ്. സന്നിധാനത്ത് ദർശനത്തിന് വരുന്നു പോകുന്നു, അതിനപ്പുറത്തേക്ക് അയാൾക്ക് ശബരിമല സന്നിധാനത്ത് ഒരു ജോലിയും ഇല്ല. പക്ഷെ എന്നിരുന്നാൽ തന്നെയും ശബരിമലയിലെ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി വലിയ തരത്തിലുള്ള കൈകടത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ് അവസാനമായി പുറത്തു വരുന്നത്. കാരണം
ഈ ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ ആളുകളെ അവിടെ വലിയ തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. അത് ദേവസ്വം ബോർഡിന്റെ മുന്നിൽ എത്തിക്കുകയും അത്തരത്തിൽ കിട്ടുന്ന വാഗ്ദാനങ്ങൾ സാമ്പത്തികപരമായ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി കൈമാറുകയും ചെയ്യുന്നു എന്നുള്ളതായിരുന്നു മറ്റൊരു വിവാദം. അങ്ങനെ ഒരുപാട് വിവാദങ്ങൾക്കിടയിലൂടെയാണ് ഈ അന്വേഷണം കടന്നു പോകുന്നത്. ഈ അന്വേഷണത്തെ അംഗീകരിക്കാനാകില്ല എന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത്. പ്രത്യേകിച്ചും കോൺഗ്രസും BJPയും. കോൺഗ്രസ് ആകട്ടെ, കോൺഗ്രസിന്റെ UDF കൺവീനർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഒരു CBI അന്വേഷണം അനിവാര്യമാണ് എന്നുള്ളതാണ്. പക്ഷേ ഇവിടുത്തെ സാമ്പത്തിക ക്രമക്കേടുകൾ അല്ലെങ്കിൽ തിരിമറികൾ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ദേവസ്വം വിജിലൻസിനപ്പുറം മറ്റൊരു ഏജൻസി അന്വേഷിക്കണം എന്ന ആവശ്യം പൊതുവെ ഉയർന്നു പൊങ്ങിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഹൈന്ദവ സംഘടനകളോ മറ്റു തന്നെ ഒരു തരത്തിലുള്ള അവകാശവാദവും ഉന്നയിക്കുകയോ അല്ലെങ്കിൽ ആവശ്യം ഉന്നയിക്കുകയോ ചെയ്തിട്ടില്ല. എന്തായാലും നാളെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നതോടുകൂടി തന്നെ ദേവസ്വം വിജിലൻസിന് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും. അത് മറ്റു ചില ആളുകളിലേക്ക് നീളാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. എന്തായാലും ശബരിമല ഓരോ ദിവസം കഴിയുമ്പോഴും വ്യത്യസ്തമായ തരത്തിലുള്ള വിവാദങ്ങൾക്ക് അല്ലെങ്കിൽ വിവാദങ്ങൾ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. മറ്റൊരു കാര്യം, നാളെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുമ്പോൾ പ്രത്യേക ദേവസ്വം ബോർഡ് യോഗവും ചേരുന്നുണ്ട്. അതെ, നാളെയും മറ്റന്നാളുമായിട്ടാണ് പുതിയ മേൽശാന്തിമാർ, അതായത് ശബരിമലയിൽ പുറപ്പെടാൻ ശാന്തിമാരുടെ അഭിമുഖം നടക്കുന്നത് നാളെയും മറ്റന്നാളുമാണ്. ഇതിനിടയിൽ ദേവസ്വം ബോർഡ് യോഗം ചേരുന്നുണ്ട്. ഒപ്പം തന്ത്രിയും നാളെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തന്ത്രി എത്തുന്നത് ഈ അഭിമുഖത്തിനാണെങ്കിൽ പോലും ഒരുപക്ഷെ ഒരു കൂടിക്കാഴ്ച ഈ ദേവസ്വം ബോർഡ് യോഗത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. 1998-99 കാലഘട്ടത്തിൽ ശബരിമല ക്ഷേത്രത്തിന്റെ മേൽക്കൂര സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ടുള്ള ഫയലുകൾ ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഉദ്യോഗസ്ഥർ ഹാജരാക്കും. കാരണം അന്ന് വിജയ് മല്യയാണ് ശബരിമല ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ സ്വർണം പൂശിയത്. അതിനായി എന്തുമാത്രം പൈസ ചിലവാക്കി, അതിലെന്തെങ്കിലും തരത്തിലുള്ള തിരിമറികൾ നടന്നിട്ടുണ്ടോ, ആ തിരിമറികൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തണം. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയാണ് ആ ഫയൽ കൂടി ഹാജരാക്കാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അന്ന് നടത്തിയിരിക്കുന്നത് പരമ്പരാഗത ആചാരപ്രകാരമുള്ള ഒരു സ്വർണം പൂശലാണ് മേൽക്കൂരയിൽ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അത് കൃത്യമായും ചെമ്പിൽ സ്വർണം പൊതിഞ്ഞതിന് ശേഷമാണ് ആ മേൽക്കൂര തയ്യാറാക്കിയിരിക്കുന്നത് എന്നും വ്യക്തമായിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വലിയ തരത്തിലുള്ള വിവാദങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാളെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രത്യേക യോഗവും ചേരുന്നത്. ഒപ്പം ചോദ്യം ചെയ്യലും എല്ലാം ചേർന്ന് വലിയ തരത്തിലുള്ള ചർച്ചയിലേക്ക് ശബരിമല എത്തിച്ചേരുന്നു എന്നുള്ളതാണ് പറയേണ്ട കാര്യം. അതുല്യ. ശരി ബിനോയ്, എന്തായാലും ശബരിമലയിലെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട ആരോപണം ബിനോയ് പറഞ്ഞതുപോലെ തന്നെ ഓരോ ദിവസവും പുതിയ രീതികളിൽ മല കയറുകയാണ്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നാളെ ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്യാനിരിക്കെ ഇന്ന് ഏതെല്ലാം തരത്തിലുള്ള പുതിയ കണ്ടെത്തലുകൾ പുറത്തുവരലുകളാണ് ഉള്ളത് എന്നതാണ് ഇനി കാത്തിരിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിൻ്റെ പ്രത്യേക യോഗവും ചേരുന്നുണ്ട്. ഈ പ്രത്യേക യോഗം വളരെ നിർണായകമാണ്. ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് അതിനു മുൻപ് ദേവസ്വത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ അതുപോലുള്ള മറ്റു കാര്യങ്ങളിലെല്ലാം തന്നെ ഇന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ യോഗത്തിലൊരു ചർച്ച ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം, അല്ലേ ബിനോയ്? തീർച്ചയായിട്ടും. കാരണം ശബരിമലയുമായി ബന്ധപ്പെട്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട ഈ വ്യത്യസ്തമായ ആരോപണങ്ങൾ, പ്രത്യേകിച്ചും ഈ സാമ്പത്തികപരമായ ആരോപണങ്ങൾ, ഈ സ്വർണ്ണം പൂശലുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളൊക്കെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചോളം ഒരു വലിയ തരത്തിലെ തലവേദനയായി മാറുകയാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ തന്നെ നിരവധി ആളുകൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് അന്യ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് ശബരിമലയിലെ വഴിപാടുകളുടെ പേരിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളൊരു വിവരമാണ് വിജിലൻസിന്റെ കയ്യിൽ ഇപ്പോഴുള്ളത്. കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ ഒരു സഹായി ആയി വന്നെങ്കിൽ പോലും മറ്റൊരർത്ഥത്തിൽ അയാൾ ശബരിമലയുടെ പേരിൽ വലിയ തരത്തിലുള്ള ചൂഷണം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിജിലൻസിന്റെ വിലയിരുത്തൽ. കാരണം ഈ ഇത്തരം കാര്യങ്ങൾ, അതായത് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനധികൃതമായ ഇടപെടൽ, അതാണ് ഇതിനെക്കുറിച്ച് പറയപ്പെടുന്നത്. ഒരിക്കൽ പോലും അനിവാര്യമല്ലാത്ത തരത്തിലുള്ള ഇടപെടലുകൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. കഴിഞ്ഞ 10-15 വർഷമായിട്ട്
ഇയാൾ ശബരിമല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. ശബരിമലയിൽ വികസനത്തിന് വേണ്ടി സ്പോൺസർമാരെ എത്തിക്കുന്നു. സ്പോൺസർമാർക്ക് ആവശ്യമായ സഹായങ്ങൾ ദർശനത്തിനും മറ്റു കാര്യങ്ങൾക്കും എത്തിച്ചു കൊടുക്കുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉയരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വലിയ തരത്തിലുള്ള ഈ പുകമറകൾ, ആ പുകമറകൾ മാറ്റിയെടുക്കേണ്ടത് ദേവസ്വം വിജിലൻസിന്റെ ആവശ്യമാണ്. പ്രത്യേകിച്ചും ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാർക്ക് പങ്കുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. അതായത് ഒരു കാരണവശാലും ഇത്തരത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഈ സ്വർണ്ണപ്പാളികൾ പുറത്തു കൊണ്ടുപോകാനോ അത് തിരിച്ച് കൊണ്ടുവരണോ എങ്കിലൊക്കെ തന്നെ അത് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അറിഞ്ഞിരിക്കണം. എന്നാൽ മഹസറുകളിൽ ഇത്തരം കാര്യങ്ങൾ രേഖപ്പെടുത്താതെ പോയതിനെ ചൊല്ലിയുള്ള വിഷയങ്ങളാണ് ഇപ്പോൾ വലിയ ചർച്ചയായി മാറപ്പെടുന്നത്. അപ്പോൾ അന്ന് ആരാണോ ഈ 2019 സ്വർണ്ണപ്പാളികളിൽ വീണ്ടും നിറം കൂട്ടാൻ അല്ലെങ്കിൽ സ്വർണം പൂശാൻ ആരാണോ കൊടുത്തുവിട്ടത് ആ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്താൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തമായ വിവരം പുറത്തേക്ക് വരാൻ കഴിയുള്ളൂ. കാരണം ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന വിവാദങ്ങൾ കെട്ടടങ്ങുന്നതിന് തൊട്ട് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി വീണ്ടും ഉയരുന്നത്. ഇതിൽ ഒരിക്കൽ പോലും ഈ സ്വർണ്ണപ്പാളി എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായും സ്വർണ്ണത്തിൽ തീർത്തതല്ല എന്നുള്ളത് ഇപ്പോൾ ഏകദേശം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. കാരണം ഈ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വർണം പൂശുന്ന കമ്പനിയിൽ ഇത് കൊണ്ടു ചെല്ലുന്നത് ഒരു ചെമ്പ് തകിടായിട്ടാണ്. അതിലേക്ക് സ്വർണം പൂശുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു, ഇത് ഒരു സ്വർണം പൂശൽ തന്ത്രം അല്ലെങ്കിൽ സ്വർണം പൂശുന്ന ഒരു പരിപാടിയായിരുന്നു എന്നുള്ളത് വ്യക്തമായി. എന്നിരുന്നാൽ തന്നെയും ഇത്തരത്തിൽ സ്വർണം പൂശിയ ആചാരവുമായി ബന്ധപ്പെട്ട ഒരു വസ്തു, ഈ സ്വർണ്ണ കവചം അല്ലെങ്കിൽ ഈ പാളി എങ്ങനെ ഉദ്യോഗസ്ഥരറിയാതെ പുറത്തേക്ക് പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു മഹസർ തയ്യാറാക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം നിലനിൽക്കുന്ന ആരോപണമോ അല്ലെങ്കിൽ കുറ്റമോ അല്ല. അപ്പോൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ആരൊക്കെയാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്രയധികം സ്വാധീനം ശബരിമലയിൽ എങ്ങനെ കിട്ടി? ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് ഒരു വ്യക്തത വരുത്തേണ്ടത് അനിവാര്യമാണ്. ആ ഒരു സാഹചര്യത്തിലാണ് വിവിധ ഫയലുകൾ വിളിച്ചു വരുത്തിക്കൊണ്ട് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഇന്നൊരു പ്രത്യേക ബോർഡ് യോഗം ചേരുന്നത്. രാവിലെ 11 മണിക്ക് തുടങ്ങുന്ന യോഗം വളരെ പെട്ടെന്ന് അവസാനിക്കും. കാരണം ഇതിന് തൊട്ട് പിന്നാലെ തന്നെ തന്ത്രിയുടെ സ്ഥാനത്തിൽ ഈ പുതിയ മേൽശാന്തിമാരെ തിരഞ്ഞെടുക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള അഭിമുഖം നടക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുന്നത് ഒരു സാധാരണ യോഗത്തിൽ നിന്ന് ഒരു പ്രത്യേക യോഗമായി ചേർന്നുകൊണ്ട് ഒരു പക്ഷേ 1998-99 കാലഘട്ടങ്ങളിൽ അവിടെ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ വലിയ തരത്തിലുള്ള ഒരു ഫയൽ പരിശോധന ഉണ്ടാകുമെന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. അതുല്യ. ശരി ബിനോയ്, എന്തായാലും ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ പ്രത്യേക യോഗം ചേരുകയാണ്. ദേവസ്വത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകളും അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം തന്നെ അവിടുത്തെ തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ ഭാഗമായ ഉദ്യോഗസ്ഥരുടെ കൂടി പങ്ക് അന്വേഷിക്കണമെന്ന ഹൈക്കോടതി വിധി കൂടി ഉണ്ട്. ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും ദേവസ്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഒരു നീക്കം കൂടി നമുക്ക് പ്രതീക്ഷിക്കാം. സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നാളെ ചോദ്യം ചെയ്യും. വാർത്തയുടെ സമഗ്രമായ വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും ഡി ബിനോയാണ്.